ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവമോർച്ചയുടെ ഒരു സമരം ഉണ്ടായിരുന്നു. കാളയുമായാണ് യുവമോർച്ച പ്രവർത്തകർ സമരത്തിനെത്തിയത്. ഇപ്പോൾ അതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. കാള ശിവനുമായി ബന്ധമുള്ള ഒരു മൃഗമാണ്. അങ്ങനെ ശിവനെയും കാളയെയും അപമാനിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത്. മതവിശ്വാസം വ്രണപ്പെടുത്തി. പണ്ട് ഈ കാളക്കുട്ടിയെ, പശുക്കുട്ടിയെ അറുത്ത് നടു റോഡിലിട്ട് പരസ്യമായി അറുത്ത് ബീഫ് ഫെസ്റ്റിവലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ് ഇപ്പോൾ മതവിശ്വാസം വ്രണപ്പെടുത്തിയെന്നും കാളയെയും ശിവനെയും അപമാനിച്ചു. ആ പരാതി ഇങ്ങനെയാണ് കൃത്യമായി: ശിവന്റെ വാഹനമായ കാളയെ ഉപയോഗിച്ച് നടത്തിയ പ്രതിഷേധം മതവിശ്വാസത്തെ വ്രണപ്പെടുത്തി. യുവമോർച്ചയ്ക്കെതിരെ കാട്ടാക്കടയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയാണ്. ഈ പരാതിയും കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ ഓഫീസിലാണ് കയറി പോകാനുള്ളത്. അതെ, അവിടെ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ. എന്തായാലും ഇരിക്കട്ടെ, കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല. കാലത്തിൻ്റെ കാവ്യനീതിയാണത്. ഒരിക്കൽ ഈ പശു കാള വിവാദമുണ്ടായപ്പോൾ പശു അമ്മയാണെങ്കിൽ കാള അച്ഛനാണോ എന്ന് ചോദിച്ച വന്ധ്യവയോധികനായ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് പേര് പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞപ്പോൾ കൈകൊട്ടി ചിരിച്ച് കാറി തുപ്പിയവരാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അവരും അന്ന് ഈ ബീഫ് വിവാദം ഉണ്ടായപ്പോൾ, അല്ല, പണ്ട് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണല്ലോ പരസ്യമായി തന്നെ ഒരു പശുക്കിടാവിനെ നടു റോഡിൽ കൊണ്ടുവന്ന് പരസ്യമായി അറുത്ത് അതിനെ എല്ലാവരും നോക്കി നിൽക്കെ അതിനെ പച്ചയ്ക്ക് അറുത്ത് തൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്ന് അതേ യൂത്ത് കോൺഗ്രസിനും അതേ നേതാവിനുമൊക്കെ കാളയ്ക്ക് വേണ്ടി കാളയെ അപമാനിച്ചു എന്ന് പറഞ്ഞ്, മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം. ഈ കാലത്തിൻ്റെ ആ ഗതി, കാലത്തിൻ്റെ ആ കണക്ക് ചോദിക്കൽ, അത് വളരെ രസകരം തന്നെ. ഇവിടെ ഇപ്പോൾ ഈ യുവമോർച്ചക്കാർ നടത്തിയ സമരം പ്രതീകാത്മകമായൊരു സമരമാണ്. അത് ഈ പറഞ്ഞതുപോലെ കാളയെ പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർ പറയുന്ന VD സതീശന്റെ വിത്തുകാളയാണ് രാഹുൽ. അതെ, അവർ ഒരു വിത്തുകാളയെ സങ്കല്പിച്ചാണ് ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക്, പ്രതിപക്ഷ നേതാവിന്റെ വസതി, ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് അവർ പ്രകടനം നയിച്ചെത്തിയത്. അത് പിന്നീട് പോലീസ് തടഞ്ഞു. അവസാനം ജലവീരങ്കിയൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു പ്രവർത്തകരെ പിരിച്ചുവിടാൻ. അപ്പോൾ ഈ VD സതീശന്റെയും ഷാഫി പറമ്പലിന്റെയും മുഖംമൂടി ധരിച്ച രണ്ടുപേരാണ് ഈ രാഹുലിന്റെ മുഖംമൂടി വെച്ച കാളയും കൊണ്ട് വരുന്നത്. അത് ഇന്നലെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടു. അതുപോലെ ഇന്നും പല പത്രങ്ങളുടെയും മുൻ പേജിൽ തന്നെ ആ പടം ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധം അവർ നടത്തി. ആ പ്രതിഷേധമാണ് ഇപ്പോൾ യുവമോർച്ചയ്ക്കെതിരെ ഒരു പരാതിയായിട്ട് വിശ്വാസികളായ യൂത്ത് കോൺഗ്രസ്സുകാർ ഹൈന്ദവ വിശ്വാസത്തെ, അവർ പേരെടുത്ത് പറയുന്നില്ല, ഹൈന്ദവ വിശ്വാസത്തെ അപമാനിച്ചു, അവഹേളിച്ചു, വ്രണപ്പെടുത്തി എന്നൊന്നും പേര് എടുത്ത് പറയുന്നില്ലെങ്കിലും പരാതിക്കാരൻ യൂത്ത് കോൺഗ്രസ് കാട്ടാക്കട നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗൗതം കാട്ടാക്കടയാണ്. അദ്ദേഹമാണ് പരാതി നൽകിയത്. നട്ടുച്ച സമയത്ത് കിലോമീറ്ററോളം കാളയെ മൂക്കുവേറിട്ട് വലിച്ചിഴച്ച് നടത്തിയതാണ് ക്രൂരത. അത് വളരെ വലിയ ക്രൂരത. നമ്മൾ കുറച്ച് ഒരു 30 വർഷം മുമ്പേ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 30-35-40 വർഷം മുമ്പേ നമ്മുടെ തിരുവനന്തപുരത്ത് പ്രധാന വീതിയിൽ കൂടെ കാളവണ്ടി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൂടെ നട്ടുച്ചയ്ക്ക് കാള വലിച്ചുകൊണ്ട് പോകുന്ന കാളവണ്ടി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നില്ലാത്ത അദ്ദേഹത്തിന് എന്തായാലും ഗൗതമിനെ സമ്മതിക്കണം. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഈ വിത്ത് കാളയാണ് ഏറ്റവും വലിയ ക്രൂരതയ്ക്ക്. അല്ല, അത് ഈ വിത്ത് കാള അങ്ങനൊരു സങ്കല്പം തന്നെ ഉണ്ട്. പണ്ട് അതിനെ ഓച്ചിറക്കാള എന്നും പറയും. ഈ മലമ്പണ്ടാരങ്ങളെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഇത്തരം വിത്ത് കാളകളെ വളർത്തുന്നത്. ഇത് നമ്മുടെ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇതിൻ്റെ പേരിലൊരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഈ വിത്ത് കാളകളെ സംരക്ഷിച്ച് സമയമാകുമ്പോൾ വീടുകളിൽ എത്തിച്ച് പശുക്കളെ ചവിട്ടിക്കും. ഈ പണ്ട് ഈ പശുക്കൾക്ക് ഈ കുത്തിവെക്കുന്ന പരിപാടി ഇല്ലല്ലോ. കുത്തിവെക്കുന്ന പരിപാടിയൊക്കെ ഒരു 10-20-25 വർഷമല്ലേ ആയുള്ളൂ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഇങ്ങനത്തെ ഈ നല്ല വിത്തുകാളകളെ സംരക്ഷിച്ച് തീറ്റിപ്പോറ്റി വളർത്തും. എന്നിട്ട് അതിന് സമയമാകുമ്പോൾ ഈ പശുവിന് ചെന പിടിക്കുന്ന
ഒരു കാലം ആകുമ്പോഴത്തേക്കും അത് മനസ്സിലാവും, ആൾക്കാർക്കൊക്കെ അറിയാം. ആ കാലത്ത് ഈ കാളയുമായിട്ട് വീടുകളിൽ വന്ന് ഇതുപോലെ പശുവിനെ ചവിട്ടിക്കുന്ന ഏർപ്പാടുണ്ട്. അതിനുള്ള ദക്ഷിണ എന്നാണ് പറയുക, അത് ഇവർക്ക് കൊടുക്കും. ഇതിനെ ഓച്ചിറക്കാള എന്നാണ് പറയുന്നത്. ഈ തെക്കൻ കേരളത്തിലൊക്കെ വളരെ വ്യാപകമായിരുന്നു. ഇതിന്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, മോഹൻലാലിന് അവാർഡൊക്കെ കിട്ടിയ പാദമുദ്ര എന്ന് പറയുന്ന സിനിമയുടെ ഒരു തീം ഇതാണ്, ഈ വിത്തുകാള, ഓച്ചിറക്കാള ഒക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നതാണ്, അതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഈ കാളയെ കിലോമീറ്ററുകളോളം നടത്തിച്ചതിലാണ് യൂത്ത് കോൺഗ്രസിന് വേദന. ഈ കാളയെ മറിച്ച് ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് പരസ്യമായിട്ട് നടു റോഡിലിട്ട് കഴുത്ത് മുറിച്ച് രക്തം ചീറ്റി ഒഴിച്ച് അതിനെ പെടഞ്ഞ് മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. കാളക്കുട്ടിയാണെങ്കിലും പശുക്കുട്ടിയാണെങ്കിലും അതൊക്കെ ചെയ്യാം. പക്ഷെ ഇതിനെ നടത്തിക്കാൻ പാടില്ല, അതും കിലോമീറ്ററുകളോളം വെയിലത്ത് നടത്തിച്ചു. ഇങ്ങനെ നടത്തിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. അത് മൃഗസംരക്ഷണ വകുപ്പ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബീഫ് നിരോധിച്ച കോൺഗ്രസ് ആണ്. അങ്ങനെ കേരളത്തിലും ഒരു നീക്കം ഉണ്ടാകുമോ? ഇത് കഴിഞ്ഞോടെ ഗൗതം കാട്ടാക്കടയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ എന്തും ഇവരൊക്കെ ചെയ്യും. ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അയ്യപ്പ സംഗമവുമായിട്ട് ചിലർ ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് ആ അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ത്രീകളെ, യുവതികളെ അവിടെ കയറ്റാതെ ഉറങ്ങില്ല എന്ന് ശാഠ്യം പിടിച്ചവരൊക്കെ ഇപ്പോൾ അയ്യപ്പ സംഗമം, അയ്യപ്പന്റെ പേരിൽ സംഗമം നടത്താൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരും ചിലപ്പോൾ ആ തരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കാര്യമായിട്ട് കിട്ടില്ല എന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ നമുക്ക് ബീഫ് നിരോധനം ഏർപ്പെടുത്താം, അത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി അങ്ങനെ വോട്ട് പിടിക്കാൻ അത് വേണമെങ്കിലും ശ്രമിക്കും. അതുകൊണ്ട് ഇവരെ ഒന്നും സംബന്ധിച്ച് അധികാരമാണ് അവരുടെ വിഷയം, അല്ലാതെ അവർക്ക് ഇതിനകത്തൊന്നും യാതൊരു ആത്മാർത്ഥതയും ഇല്ല. അത് കാളക്കുട്ടിയായാലും പശുക്കുട്ടിയായാലും കൊള്ളാം, ഇനി മനുഷ്യക്കുട്ടിയായാലും കൊള്ളാം, അവരെ സംബന്ധിച്ച് അധികാരം, എങ്ങനെയും അധികാരത്തിലെത്തുക, അത് നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊതുവായ നയമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആ ഭാഗമായിട്ട് നടക്കുന്ന ഒരു നാടകമല്ലേ ഇത്? ഈ കാളയെ കൊണ്ടുവന്ന് സമരം നടത്തുന്നത് ആദ്യമാണോ? കഴിഞ്ഞ ദിവസം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് BJPയുടെ വനിതാ വിഭാഗം, മഹിളാ മോർച്ച പൂവൻകോഴിയും കൊണ്ട് സമരം, അതിനെതിരെയും കേസ് കൊടുത്തിരിക്കുകയാണ്. അതായത് പൂവൻകോഴിയെ പീഡിപ്പിച്ചു എന്നാണ്. ഈ പൂവൻകോഴിയെ അറുത്ത് കറി വെച്ച് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതിൽ പീഡനമൊന്നുമില്ല. പൂവൻകോഴിയെ കൊണ്ട് സമരത്തിന് വന്നു എന്നുള്ളതാണ്. പൂവൻകോഴിയെ വെയിലത്ത് കൊണ്ടുവന്ന് സമരത്തിൽ വനിതകൾക്കായി ഈ മഹിളാ മോർച്ച, അതെ, പിന്നെ അതോടൊപ്പം തന്നെ യുവാക്കൾക്കായി യൂത്ത് കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ഇനി ഈ മൃഗങ്ങൾക്കായി പുതിയ എന്തെങ്കിലും മൃഗ കോൺഗ്രസ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ രൂപീകരിക്കും. മറ്റേ കോൺഗ്രസിൻ്റെത് മഹിളാ കോൺഗ്രസ് ആണ്, മഹിളാ മോർച്ച അല്ല, മഹിളാ കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ ഈ യുവജനങ്ങൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ്, ഇപ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടി ഒരു മൃഗ കോൺഗ്രസ് രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്, മൃഗസ്നേഹികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്. കാരണം അവർ നിരന്തരം പരാതി നൽകുന്നുണ്ടല്ലോ, അപ്പോൾ ഇത്രയും ജാഗ്രതയോടെ ഒരു നിരീക്ഷിക്കാൻ ഒരു സംവിധാനം തന്നെ ആവശ്യമാണ്. അതെ, ഇവിടെ മനുഷ്യന്റെ കാര്യത്തിൽ അല്ല, മൃഗങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളതിൽ നമുക്കും സന്തോഷിക്കാം. കാരണം അത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യം തന്നെ. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ വിത്തുകാള എന്ന ആ ഒരു പ്രയോഗം കോൺഗ്രസ് അവർക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഈ പരാതിയുമൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ അക്ഷരാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ യുവമോർച്ച നടത്തിയാലും DYFI നടത്തിയാലും യൂത്ത് കോൺഗ്രസ് നടത്തിയാലും ആ സമരം വിജയിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള പരാതികളും അതിനെതിരെ ഉയരുന്ന പ്രതിഷേധവുമൊക്കെ. പറഞ്ഞതുപോലെ കണ്ടോൺമെൻറ് ഹൗസിലേക്ക് പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇങ്ങനൊരു മാർച്ച് യുവമോർച്ച നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആ മാർച്ച് ജനശ്രദ്ധ ആകർഷിക്കും, അത് ജനങ്ങളെ ചിന്തിപ്പിക്കും. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കോൺഗ്രസ്സിന് മനസ്സിലായി, അവർക്ക് കൊള്ളേണ്ടടുത്തത് കൊണ്ടു. അതുകൊണ്ടാണ് അവരിപ്പോൾ പരാതിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കാളയെ പീഡിപ്പിച്ചു, കാളക്കുട്ടിയെ വെയിലത്തൂടെ നടത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല. ഒരു കാലത്ത് കാളക്കുട്ടിയെയും പശുക്കുട്ടിയെയും ഒക്കെ കൊണ്ടുവന്ന് റോഡിലിട്ട് അറുത്ത് ആനന്ദിച്ച ആൾക്കാർക്ക് ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് കേസ് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരള സമൂഹം മാറിയിരിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു. ഇനി പഴയ പോലെ ഇത്തരം ഗിമ്മിക്കുകളൊന്നും വിജയിക്കില്ല എന്നുള്ളതും ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.